വേറെ വിശേഷം ഇപ്പൊ പറഞ്ഞ പോലെ പ്രൊജക്ടിന്റെ വിശേഷം തന്നെയാണ്. ഇപ്പൊ ഷൂട്ട് വന്നോണ്ടിരിക്കും. എനിക്ക് ഇന്നലെ രാത്രി 12 മണി വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടയർഡ്നെസ് ഒക്കെ ചിലപ്പോൾ കാണും. പിന്നെ വേറെ വിശേഷം നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ബിഗ് ബോസ് ആരും ഉണ്ടോ? അപ്പോഴത്തേക്ക് ഞാൻ ബിഗ് ബോസ് ഫുൾ എപ്പിസോഡൊന്നും അങ്ങനെ കാണാറില്ല. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കട്ട്സ് വരും, അതാണ് ഞാൻ കൂടുതലും കാണുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് അനുമോള് കൊണ്ടോ എന്നാണ് തോന്നാൻ. വരുന്നത് ഏറ്റവും കൂടുതൽ അവളുടെ ഷോർട്സ് ആണ് വന്നുകൊണ്ടിരിക്കണേ. എനിക്ക് അനുമോളിനെ പേഴ്സണലി നമ്മൾ സ്റ്റാർ മാജിക്കിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. അല്ലാതെ പുള്ളിക്കാരത്തി പേഴ്സണലി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ അതിൽ ബിഗ് ബോസിൽ കൂടുതലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ് തന്നെ. അപ്പോൾ അവരുടെ സിസ്റ്ററിൻ്റെ ഒരു ബൈറ്റും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ തന്നെയാണ്. അവളുടെ ഫാമിലി മൊത്തം ലൈക്ക് ഇങ്ങനെ അവൾക്കും കരച്ചിൽ വരും, പെട്ടെന്ന് അവളുടെ സിസ്റ്ററും കരച്ചിൽ വരും, അമ്മയ്ക്കും അങ്ങനെയാണ്. ഭയങ്കര ഒരു ടെൻഡർ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ ലക്ഷ്മി ചേച്ചിയുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അവളെ വിൻ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതൽ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 16 ലക്ഷം PR വർക്ക് ചെയ്തിട്ടാണ് അതൊന്നും എനിക്കറിയില്ല. സാധനങ്ങളൊന്നും എനിക്കറിയില്ല. അതിനെ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷെ അനുമോള് കപ്പടിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കൊരു സാധനം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും അതന്നെയല്ലേ പറയണല്ലേ. ബിഗ് ബോസ് കഴിയുമ്പോൾ അനീഷുമായിട്ട് പ്രണയത്തിലാകാനുള്ള ചാൻസ് ഉണ്ട്. അനുമോള് ഓൾറെഡി ഇപ്പൊ അതിനെപ്പറ്റി കുറെ സംസാരിക്കുന്നുണ്ട്. ഉണ്ടോ അങ്ങനത്തെ ഒരു ട്രാക്ക് ഇല്ല, അനുമോള് പറഞ്ഞു എനിക്ക് ഇപ്പോൾ നിലവിൽ അതിന് താല്പര്യമില്ല, പുള്ളിയോട് പറഞ്ഞത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്നാലും ഓരോരുത്തർ ബിഗ് ബോസിൽ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് 1, 2, 3 ഇങ്ങനെ വരുമ്പോൾ കൂടുതലും വരുന്ന ഈ പ്രണയത്തിനെ പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ഓരോ ഫാമിലി കണ്ടെത്താറുണ്ടല്ലോ കല്യാണം. അപ്പം എല്ലാ ഇതാണോ ബിഗ് ബോസ് മെയിനായിട്ട് കൊണ്ടു നടക്കുന്നത്? എനിക്ക് വേറൊരു കാര്യം അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് വേറൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് ക്യാൻ ബി മോർ ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. ആ ഒരു സാധനം എപ്പോഴും ഈ ബഹളം വെക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് അതിലുപരി എന്തുകൊണ്ട് ബിഗ് ബോസിൽ അകത്തുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സായിട്ട് ഭയങ്കര ബോണ്ടിങ് ഒക്കെ ആയിട്ട് ചിരിച്ച് നിന്നൂടാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്, ഇപ്പോൾ നമ്മുടെയൊക്കെ വീടാകുമ്പോൾ എല്ലാവരും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ആയിരിക്കില്ലല്ലോ. ചില വീട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ലൈഫ് ലോങ് അങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയല്ലേ ചെയ്യാം. അങ്ങനത്തെ ഒരു ബോണ്ടിങ് എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസ് അങ്ങനെ ആയിക്കൂടാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കാര്യത്തിന് ബഹളമാണ് അവിടെ. ചിലപ്പം അവർക്ക് കണ്ടന്റ് അങ്ങനെ ആയിരിക്കും വേണ്ടത്. ഹാപ്പിനെസ് ചിലപ്പോൾ നമ്മളുടെ സാധാരണ ഓഡിയൻസ് അത്രയും ഇഷ്ടപ്പെടില്ലായിരിക്കും. അപ്പോൾ റേറ്റിംഗ് കുറവായിരിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ ഈ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ അതിലേക്ക് കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ഭായ് സാബ് എന്തൊക്കെയാ പറയട്ടെ. ബിഗ് ബോസ് കാണാറുണ്ടോ? बिग बॉस आना रंडो वो मालूम नहीं है, हिंदी बोलेगा तो मालूम होगा ना। बिग बॉस सुना है, सुना है बिग बॉस सलमान खान का बिग बॉस पसंद है। हाँ वो तो मालूम है, पसंद है। वो हमारा गांव में अली गली चलते हैं, सलमान खान, शाहरुख खान, सैफ अली खान और जो मिथुन चक्रवर्ती है ना, हमारा सब एक महल में ऐसा गांव है, उसका सुना मिथुन चक्रवर्ती समझा? हमारा गांव में हमारा एरिया चक्रवर्ती हाँ वो हमारा एरिया में അവരൊക്കെ ഇവരുടെ നാട്ടുകാരാണ് അല്ലെങ്കിൽ इसका घर അവരൊക്കെയാണ് എന്നാണ് പറയുന്നത്. ചക്രവർത്തി പറഞ്ഞ മനസ്സിലായി. ചക്രവർത്തി അവരുടെ പ്രൊണൗൺസിയേഷൻ ചെറിയൊരു ഇതാണ്. हाँ वो ममता बनर्जी का नाम सुना? वो हमारा സൽമാൻ ഖാൻ एकदम अच्छा है। സൽമാൻ ഖാൻ അങ്ങനെ പറയുന്നത്. और